കൗവായി കായലിൽ കഴിഞ്ഞ മെയ് മാസത്തിൽ ഇതുപോലെ ഒരു കല്ലുമ്മക്കായ കൃഷിയുമായി ബന്ധപ്പെട്ട് ഭൂമിക ഇവിടെ എത്തിച്ചേർന്നിരുന്നു. അതുപോലെ തന്നെ ആ കല്ലുമ്മക്കായക്ക് ശേഷം പവിത്രേട്ടൻ തന്നെ ഇവിടെ ഈ കൗവായി കായലിൽ ഞണ്ട് കൃഷി നടത്തി വരുന്നു. അത്തരം വിശേഷങ്ങളാണ് ഭൂമികയിൽ. സ്വാഗതം ഭൂമികയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. ഈ ഒരു ഏരിയയിൽ കല്ലുമ്മക്കായ കൃഷിയൊക്കെ വളരെയധികം ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഞണ്ട് കൃഷി ആരെങ്കിലും ചെയ്യുന്നതായിട്ട് അറിയാം? ഇല്ല, ഇവിടെ ആരും ചെയ്യുന്നതായിട്ട് അറിവില്ല. ഇവിടെ വലിയവർമ്മ ഗ്രാമപഞ്ചായത്തിൽ ആരോ ഒരാളുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അത് വിശദമായിട്ട് അതിന്റെ ഇതെന്നാണെന്ന് അറിയില്ല. ഇപ്പം ഞാനിവിടെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കുറച്ച് ആൾക്കെല്ലാം അറിയാം. ഇതിപ്പോ ഈ ഞണ്ട് കൃഷിയിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാ? യൂട്യൂബിലൂടെ കണ്ടൊരു മാർഗ്ഗമാണ്. അതിൽ ഒരാളുണ്ടായിരുന്നു മുമ്പ് എൻ്റെ വീട്ടിൽ കല്ലുമ്മക്കായ കൃഷിയെപ്പറ്റി പഠിക്കാൻ വേണ്ടി ഒരു അരുൺദാസും ഒരു അശ്വതിയും. അവരാണ് ഈ ഞണ്ട് കൃഷിയിൽ യൂട്യൂബിലുണ്ടായത്. പിന്നെ അവരെ ആ കാര്യങ്ങളെല്ലാം ഞാൻ കുറേ കണ്ട് മനസ്സിലാക്കി. പിന്നെ തുടർന്നു, അവരെ വിളിച്ചിട്ടില്ല ആദ്യം, ഒരു 2 കേനിൽ തുടങ്ങി 2 കേനിൽ തുടങ്ങിയിട്ടാകുമ്പം ഇത് കുറച്ച് വിജയെന്ന് കണ്ട സമയത്ത് ഞാൻ അരുൺദാസിനെ വിളിച്ചു. അരുൺദാസോട് പറഞ്ഞ സമയത്ത് ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ എൻ്റെ വീട്ടിൽ മുമ്പ് വന്ന കല്ലുമ്മക്കായ്, പിന്നെ കല്ലുമ്മക്കായിനെ പറ്റി ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണമെന്നുണ്ട്, എന്നാ വേണ്ടതെന്ന് വെച്ചു. ആ വിശദമായിട്ട് ഞങ്ങൾ ഓണത്തിന് നാട്ടിലേക്ക് വരുന്നുണ്ട് വന്നു. അപ്പോൾ വന്നിട്ടില്ല, എന്നാൽ ഇന്നലെ എനിക്ക് വിശദാംശങ്ങൾ എനിക്ക് തന്നു. ഒരു കണ്ടി ഉണ്ടാക്കാൻ വേണ്ടി, അതായത് ഒരു ചെറിയ സ്റ്റേജ് ഉണ്ടാക്കാൻ വേണ്ടി അതിൽ പിന്നെ കാളാഞ്ചി, കരിമീൻ, ഞണ്ട് ഇതെല്ലാം കൂടി 3 കൂടി പോകുന്ന ഒരു സ്റ്റേജ്, ചെറിയൊരു സ്റ്റേജ്, അതായത് 3 മീറ്റർ നീളം 2 മീറ്റർ വീതി. ആ ഒരു സ്റ്റേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിന് മാത്രം 40,000 റുപ്യ പറഞ്ഞവർ. അപ്പോൾ വലിയൊരു കുഴപ്പമില്ലാത്തൊരു സംഭവമാണ്. കാരണം വെച്ചാൽ 100ഓളം കാളാഞ്ചിയും 100ഓളം കരിമീനും 25ഓളം ഞണ്ടിൻ്റെ ഈ കേനും കിട്ടിയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ട്. ചെയ്യാനുള്ള ഒരു സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഇതിപ്പോ ഈ കല്ലുമ്മക്കായ കൃഷി ചെയ്ത ആ ഒരു കെട്ടിൽ തന്നെയാ ഞണ്ടിന്റെ? അതെ, അത് കെട്ടാൻ വേറെ തന്നെ ഒരു സ്റ്റേജ് വേണം. ഈ ഞണ്ട് കൃഷിക്ക് വേറെ തന്നെ, മീൻ കൃഷിക്കും വേറെ തന്നെ ഒരു ഗവൺമെന്റിന്റെ ഒരു ഇതുണ്ട്. ഇപ്പം തൽക്കാലം ഞാൻ ഇത് പിന്നെ കല്ലുമ്മക്കായന്റെ സ്റ്റേജ് പൊരിക്കാതെ കണ്ട് അതിലാണ് ഇപ്പം കൃഷി ചെയ്യുന്നത്. വേറെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായത് കൊണ്ടാണ്. അത് ഞാൻ ഫിഷറീസായിട്ട് ബന്ധപ്പെട്ടു. എന്നും പറഞ്ഞു ആ ഒരു ഫണ്ട് ഇപ്പോൾ ഇല്ല. മുമ്പേ ഈ ഫണ്ട് കൊടുത്തിട്ടുണ്ട്, അവർക്ക് തുടർച്ചയായിട്ട് ഈ ഫണ്ട് കൊടുക്കുന്നുണ്ട്. അതല്ലാണ്ട് പുതിയതായിട്ട് ഒരു ഫണ്ട് ഇല്ല എന്നാണ് പറഞ്ഞത്. ഇതിപ്പോ ഒരു ഞണ്ട് കൃഷി തുടങ്ങുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടോ? തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ഈ ഞണ്ട് നമ്മൾ എടുക്കുമ്പോൾ തന്നെ ഒരു കാല് ചെറുതും ഒരു കാല് വലുതും ഉണ്ടാവും. അത് വലിയൊരു നഷ്ടം വരാം. അത് പിന്നെ ബിഗിൽ മാത്രമേ പോകും. ബിഗിൽ വെച്ചാൽ ഒരു കിലോന് മീഡിയം റെഡിൽ 1 കിലോന് 450 റുപ്യ 400 റുപ്യ വരും. കാരണം നമ്മൾ ചിലപ്പം അത് വാങ്ങിക്കുന്നത് 500 റുപ്യ ആയിരിക്കും. 500 റുപ്യ കേൻ്റെ ചിലവും മറ്റേ അതിൻ്റെ ഫുഡിൻ്റെ ചിലവും ഇതെല്ലാം കൂടുമ്പോൾ വലിയൊരു പൈസയാവും. കാലിൻ്റെ ഞണ്ടിൻ്റെ 2 കാലും ഒരേ പോലെ തന്നെ ആയിരിക്കണം. ഒന്ന് ചെറുതും ഒന്ന്, അതായത് വികലാംഗത ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അപ്പോൾ അതൊന്നും ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇത് ആരെങ്കിലും തോണിക്കാർ വലയിളക്കുന്നവർ വന്നിട്ട് അത് മോഷണം നടത്തി കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഒരു കേൻ 900 ഗ്രാമിൻ്റെ ഒരു ഞണ്ട് എൻ്റെ കയ്യിൽ നിന്ന് കാണുന്നില്ല. അത് മോഷണം പോയതാണ്, മുറിച്ചു കൊണ്ടുപോയതാണ്. അത് കയറ് കിട്ടീനി, കേൻ കിട്ടിയിട്ടില്ല. പിന്നെ കുറേ പ്രാവശ്യം നമ്മൾ കുറച്ച് ആൾക്കാർ കൂടി നിന്ന് നോക്കി ആരെങ്കിലും വരുന്നുണ്ടോ ഏതെങ്കിലും സമയത്ത് നിന്നില്ലേ, അത് കാണാനും പറ്റിയില്ല. പിന്നെ ഒരു പ്രാവശ്യം കൊണ്ടുപോയ ആൾ ഇല്ല. ഇവിടെ ക്യാമറ ഉണ്ടായിരുന്നു. ക്യാമറ എന്ന് വെച്ചാൽ അത് വെള്ളം കൊണ്ടിട്ട് ലെൻസിന് കംപ്ലൈൻ്റ് വന്നു. പിന്നെ ഇത് സുലഭമായിട്ട് കിട്ടുന്നില്ല. വാട്ടർ ക്രാബ് സുലഭമായിട്ട് കിട്ടുന്നില്ല. അപ്പം ഓരോന്നോരോന്ന് കിട്ടുന്നില്ല. അങ്ങനെ ഇപ്പം ഞാനിപ്പം തുടങ്ങിയത് 1 മാസത്തിൽ കൂടുതലായി. 1 മാസത്തിൽ കൂടുതലായ സമയത്ത് എനിക്ക് കിട്ടിയ ഞണ്ട് അത് ആകെ 20. ഞണ്ട് കിട്ടും. ഇനി ഈ വെള്ളത്തിനൊരു മാറ്റം വരണം. ഈ വെള്ളം എന്ന് വെച്ചാൽ ഇപ്പം നല്ല വെള്ളമാണ്. ഇത് ശരിക്കും ഒരു ഉപ്പ് വെള്ളം വന്നു കഴിഞ്ഞാൽ ഞണ്ട് അടിയിൽ കടന്ന ഞണ്ടാണെങ്കിൽ എണീറ്റ് നടക്കും. പിന്നെ എല്ലാവരും കിട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് സുലഭമായിട്ട് എനിക്ക് കിട്ടും.
ഇത് ഈ മാസം 9-ാം മാസം 4-ാം തീയതി ഇട്ട ഞണ്ടാണ്, അതായത് വാട്ടർ ക്രാബ്, വാട്ടർ ഞണ്ട്. അത് 1 കിലോക്ക് 500 രൂപ തോലാണ് ഞാൻ വാങ്ങിക്കുന്നത്. വിപണിയിൽ അത് പിന്നെ കച്ചവടക്കാർ കൊടുക്കുന്നത് 250 രൂപയാണ്. അതിന് നേരെ ഡബിളായിട്ടാണ് ഞാൻ കൊടുത്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. അതെടുത്തുകൊണ്ട് വന്നിട്ട് ഇപ്പം നേരത്തെ കണ്ടതുപോലെ ഡ്രമ്മിൽ നിക്ഷേപിക്കും. ഡ്രമ്മിലിട്ടിട്ട് അതിൽ വളർത്തല്. എത്ര മാസം പ്രായമുള്ളതിനായിരിക്കും ഡ്രമ്മിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത്? ഡ്രമ്മിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന പ്രായത്തിൻ്റെ അല്ല, വാട്ടർ ഞണ്ട് 500 ഗ്രാമിന് മേലെ ഞാൻ എടുക്കും. അത് 1 കിലോന്, അത് 1 കിലോ 750 ഗ്രാം മുതൽ മേലോട്ടുള്ള ഞണ്ടിന് 500 രൂപയും 500 ഗ്രാമിനും 750 ഗ്രാമിനും ഇടയിലുള്ളതിന് 400 രൂപയും വെച്ചിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അത് കൊണ്ടുവന്നിട്ട് ഇതേപോലത്തെ ഡ്രമ്മിലാക്കിയിട്ട് തീറ്റ കൊടുക്കും. ഡെയിലി രാവിലെ ഒരു ടൈം വെച്ചിട്ട് 1 കിലോ ഞണ്ടിന് 100 ഗ്രാം തീറ്റ എന്നുള്ള ഇതിൽ ഒരു ദിവസം നമ്മൾ തൂക്കം മനസ്സിലാകുന്നുണ്ടല്ലോ ഫസ്റ്റിൽ തന്നെ. 1 കിലോ, ആ 1 കിലോന്ന് വെച്ചാൽ 100 ഗ്രാം തീറ്റ. 500 ഗ്രാമിൻ്റെ ഞണ്ട നമ്മൾ ഇതിൽ നിൽക്കുന്നത് 50 ഗ്രാം തീറ്റ കൊടുക്കും ഒരു ദിവസം. അത് മത്തി. അത് ഏത് നേരം കൊടുക്കണം എന്നുണ്ടോ? ഒരു ടൈം വെച്ചിട്ട് കൊടുക്കും. ഞാൻ എല്ലാ ദിവസവും രാവിലെ കൊടുക്കല്. കൃത്യമായിട്ട് എല്ലാ ദിവസവും രാവിലെ ഒരു 10 മണിക്കുള്ളിൽ ഞാൻ തീറ്റ കൊടുക്കും. ഇതിപ്പോ ഒരു ഞണ്ട് മാക്സിമം എത്ര തൂക്കം വരും? ഒരു ഞണ്ട് 500 ഗ്രാമിൻ്റെ ഞണ്ട് ഇട്ടാൽ മാക്സിമം ഒരു 20 ദിവസം കഴിയുമ്പോൾ അത് കുറച്ച്, അത് തൂക്കം കൂടുന്നതല്ല, അത് വാട്ടർ മഡായി മാറും. ഉറപ്പില്ല, പതല് നീങ്ങുന്ന ഞണ്ട് അത് ഉറച്ചിട്ട് കട്ടിയായി വരും. അതിനാണ് നമ്മളിപ്പോൾ വളർത്തുന്നത്. അപ്പോൾ കട്ടിയാകുമ്പോൾ അതിന് പൈസ കൂടുതലുണ്ട്. 1 കിലോൻ്റെ ഞണ്ട് ഞാനിപ്പോൾ മത്സ്യത്തൊഴിലാളി എടുക്കുന്ന കച്ചവടക്കാർക്കൊന്ന് വാങ്ങിച്ചിട്ട് ഇതിലിട്ട് വളർത്തുമ്പോൾ എനിക്ക് ചിലവാകുന്നത് 500 രൂപ. ഫസ്റ്റ് ചിലവ് ഈ ഡ്രമ്മിന് 450 രൂപ വാങ്ങിക്കുന്നുണ്ട്. പിന്നെ ഒരു 20 ദിവസത്തേക്കുള്ള തീറ്റ, അതിൻ്റെ ആ ചിലവെല്ലാം കൂടിയിട്ട് ഏകദേശം 500-ഉം 1000 ഒരു 1100 1150 1200 രൂപയുടെ ഇടയിൽ ചിലവ് വരും. അത് വിപണിയിൽ 1 കിലോൻ്റെ ഞണ്ടാണെങ്കിൽ വിപണിയിൽ 20-ാമത്തെ ദിവസം അത് എടുത്ത് കൊടുക്കുമ്പോൾ 2500 രൂപ എനിക്ക് കിട്ടും. അപ്പോൾ 1300 രൂപയോളം എനിക്ക് ലാഭമാണ്. 1 കിലോൻ്റെ ആണെങ്കിൽ 500 ഗ്രാമിൻ്റെ ഞണ്ടാ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം എനിക്കൊരു 200 രൂപ കിട്ടും എല്ലാ ചിലവും കഴിച്ചിട്ട്. ഡ്രമ്മിൻ്റെ ചിലവെല്ലാം കഴിക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഒന്നും ഉണ്ടാവില്ല. 2-ാം സ്റ്റെപ്പിലാന്ന് എനിക്ക് ഒരു 500 ഗ്രാമിൻ്റെ ഞണ്ടിൽ എന്ന് വെച്ചാൽ 200 രൂപ 250 രൂപ അതിൻ്റെ ഇടയിൽ കിട്ടും. ഈ ഞണ്ട് കൃഷിക്ക് സീസൺ ഉണ്ടോ? ഇല്ല. ഞണ്ട് എല്ലാ വെള്ളത്തിലും ഇതാണ്. ഇരുജലത്തിൽ വളരുന്ന ഇതാണ് ഞണ്ട്. നല്ല വെള്ളത്തിലും കല്ലുമ്മക്കായ്ക്ക് മാത്രമേ അതില്ലൂ. നല്ല വെള്ളത്തിൻ്റെ ഒരു സീസൺ വരുമ്പോൾ കല്ലുമ്മക്കായ് നഷ്ടപ്പെടും, നശിക്കും. അത് ഉപ്പ് വെള്ളത്തിൽ മാത്രം വളരുന്നത് കല്ലുമ്മക്കായ്. ഇതിപ്പോ വിളവെടുപ്പിനായത് എത്ര ഉണ്ടാവും ഏകദേശം? ഇതിപ്പോൾ വിളവെടുപ്പിനായത് 12ഓളം ഞണ്ടുണ്ട്. ഇത് കറക്റ്റ് വിളവെടുപ്പിൻ്റെ ടൈം ആയതാണ്. അതായത് 25 ദിവസത്തോളായി. ഇതിപ്പോ വിളവെടുപ്പിന് പാകമായത് ഒരു 5-6 എണ്ണം എന്ന് പറയുമ്പോൾ നമുക്കിതൊരു കച്ചവടത്തിന് എങ്ങനെയാ അതിന്റെ വിപണിയും കാര്യങ്ങളൊക്കെ? വിപണി എന്ന് വെച്ചാൽ ഡബിൾ XL എന്ന് പറഞ്ഞാൽ 1 കിലോന് മേലോട്ട് വരുന്ന കഴിഞ്ഞാൽ ഡബിൾ XL ആയി. അത് വിപണിയിൽ 2500 രൂപയാണ് 1 കിലോന്. 1 കിലോന് മേലോട്ട് കൂടുന്തോറും അതിൻ്റെ സ്റ്റെപ്പായിട്ട് വില വരും. 2500 എടുക്കുന്ന 100 ഉണ്ടെങ്കിൽ 2250 വരും, അല്ല 750 രൂപ വരും. പിന്നെ 1 കിലോയിൽ കുറഞ്ഞിട്ടാകുമ്പോൾ അത് XL ആയി. XL എന്ന് വെച്ചാൽ 1800 രൂപ 1900 രൂപ വിപണിയിലുണ്ട്. 750 ഗ്രാമിന് മേലോട്ട് വരണത്. ഇതിപ്പോ ഇവിടെ വിപണിയിൽ എവിടെയാ കൊടുക്കുന്നത് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ? ഇതിപ്പം കൗവായിൽ ഒരു വിജയൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പിന്നെ ഒളവറ ഓവർ ബ്രിഡ്ജിൻ്റെ അടുത്ത് സോമൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. പിന്നെ ഒരു ബാലു എന്ന് പറഞ്ഞ ആൾ ഒളവറയുണ്ട്, ഒളവറ ഗേറ്റിൻ്റെ അടുത്ത്. പിന്നെ അവർ പിന്നെ ഗേറ്റിൻ്റെ അടുക്ക് ഞാൻ കൊടുക്കില്ല. അവർ എനിക്ക് ആരാണ് ഞണ്ട് തരുന്നത് അവർക്ക് അത് ഇത് തിരിച്ച് അങ്ങോട്ട് കൊടുക്കും. അങ്ങനെ തൂക്കം ഇതാക്കിയിട്ട് അവർക്ക് പറഞ്ഞ പൈസ ഞാൻ കൊടുക്കും. എനിക്ക് അന്നത്തെ വിപണിയിൽ എത്ര പൈസ 2500 2500 2400 2400 അത് എത്രയാണെന്ന് വെച്ചാൽ അത് ബില്ല് എനിക്ക് തരും. ആ പൈസ പ്രകാരം എനിക്ക് തരും. എനിക്കത് കൊണ്ടുവന്നിട്ട് ഇത് ഇട്ടാക്കിയിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഉറക്കമൊഴിയണം രാത്രി.
ഫീമെയിലാണ്, ഇത് മെയിൽ. ഇത് രണ്ടും ഒന്നിച്ചിട്ടായിരുന്നു, വാട്ടർ ഞാണ്ടാണ് ഇട്ടത്. ഇതിപ്പോൾ ശരിക്കും നന്നായിട്ടുണ്ട്, അടിപൊളി തന്നെ ആയിട്ടുണ്ട്. ഫീമെയിൽ എന്ന് വെച്ചാൽ ഈ ഭാഗം ആലില പോലെ ഉണ്ടാവും, മെയിൽ ഈ ഭാഗം ഇല പോലെ ഉണ്ടാവും. ഇത് ഫീമെയിൽ, ഇത് മെയിൽ. ഇത് ഞാലിപ്പൂ എന്ന് പറഞ്ഞ ഒരു ഇനത്തിൽ പെടുന്ന വാഴയാണ്. ഇതിപ്പോൾ ഞാൻ കൃഷി ചെയ്ത ഒരു കുഴിയിലും ചില 3, 4, 5 കൊല്ലം വെച്ചിട്ടുണ്ട്. ഇത് കൊലക്കൃഷിക്കായി പിന്നെ വാഴക്കൊലക്ക് വേണ്ടിയിട്ട് വെച്ചതല്ല, ഇത് വെച്ചതെന്ന് വെച്ചാൽ പിന്നെ ഇലക്ക് വേണ്ടിയിട്ട്, ഇല വിപണിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കാട്ടുവാഴ ഞാലിപ്പൂവിൻ്റെ ഒരു ഇതാണത്. ഞാലിപ്പൂവെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നത്. ഇലക്കൃഷി എന്ന് പറഞ്ഞ സമയത്ത് വിപണിയിൽ നിന്ന് അവർ പറഞ്ഞു ഞാലിപ്പൂവനാണ് നല്ലത്, ഞാലിപ്പൂവൻ്റെ കൃഷിയാണ് പിന്നെ വാഴക്ക് ഉപയോഗിക്കുന്നത്, ഇലക്ക് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്തത്. ഇതിപ്പോൾ വാഴക്കൊല വേണ്ട എന്നുള്ളതുകൊണ്ടാണോ ഒരു കുഴിയിൽ 3 എണ്ണം വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്? അങ്ങനെയല്ല, ഇവിടെ പിന്നെ ഫലപുഷ്ടിയില്ലാത്ത മണ്ണായത്. ഈ മേമണ്ണെല്ലാം പോയിട്ട് ഇതിൽ ചില വളപുഷ്ടിയില്ലാത്ത ഒരു മണ്ണായത്. അതിന് വളപുഷ്ടിയാക്കിയിട്ട് എടുക്കുക. അതിൽ പിന്നെ ഇത് നല്ല ഇങ്ങനെ മണ്ണിട്ട് ഇപ്പോഴുള്ള രാസവളം ഒഴികെ ചാണകവും എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് പിന്നെ കുമ്മായം ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഇപ്പം നമ്മൾ കൃഷിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇനി ഫലപുഷ്ടിയായ മണ്ണായിക്കഴിഞ്ഞാൽ പിന്നെ ഈ കൃഷി മാറ്റിയിട്ട് മറ്റെന്തെങ്കിലും കൃഷിയിലേക്ക് വേണോ വേണ്ടിയോ ഒന്നും ആലോചിക്കും. ഇത് ലാഭകരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇതന്നെ തുടരും. ഇതിപ്പോ ഇലക്ക് വേണ്ടിയിട്ടല്ലേ ഉപയോഗിക്കുന്നത്? ഇപ്പൊ ഇലക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇതിന് വളപ്രയോഗം നടത്തേണ്ട ആവശ്യമുണ്ടോ ശരിക്കും? ഫലപ്രയോഗം ഫസ്റ്റ് ആദ്യം ചെയ്യണം, അത് പിന്നീട് അത് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. പിന്നെ ഇത് കൃഷിഭവന് ചോദിച്ച സമയത്ത് പിന്നെ അതിന്റെ ജൈവ മരുന്നുണ്ട്, വളങ്ങളൊന്നും വേണ്ട, ജൈവ മരുന്ന് ഇലക്ക് അടിച്ചു കൊടുക്കുക, പിന്നെ ഇതിന് വേണ്ടുന്ന വെള്ളം അടിച്ചു കൊടുക്കുക. അങ്ങനെയാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്, അങ്ങനെയാണ് ഇപ്പം തുടരുന്നത്. ഇതിലിപ്പോ ജൈവമായിട്ട് മറ്റ് പച്ചക്കറി കടകളിലെ വേസ്റ്റ് കൊണ്ടുവരും ഞാൻ. ആ വേസ്റ്റ് എന്ന് വെച്ചാൽ ഒരു പിന്നെ 20 ലിറ്ററിന്റെ ഒരു ബക്കറ്റിന് ഒരു ബക്കറ്റ് ഓരോ ഇതിലും ഇട്ട് കൊടുക്കും. ഇതിപ്പം കാണുന്നില്ല, ഇത് അതാണത്. അപ്പം ഓരോ ദിവസം കൊണ്ടുവന്നിട്ട് ഓരോ ബക്കറ്റ് സാധനം ഓരോ കുഴിയിൽ ഇട്ട് കൊടുക്കും. ഇതിപ്പോ ആദ്യത്തെ തവണ ആക്കുന്നതാണോ ഈ ഇലകൃഷി? ആദ്യത്തെ തവണ. ഇവിടെ ഒന്നും ഉണ്ടായിട്ട് ഇവിടെ പിന്നെ ഇത് വെറും പൂഴി മണ്ണാണ് ഉണ്ടായത്. പിന്നെ ഞാനിത് പിന്നെ പൈസ മുതലിട്ടിട്ട് പിന്നെ ഇത് മതിൽ കെട്ടി അതിന് JCB കൊണ്ടുപോയിട്ട് മണ്ണെടുത്ത് സ്ഥലം, ഇപ്പം ഈ സ്ഥലം പോലെ അല്ലല്ലോ ഈ സ്ഥലം ഇല്ലത്, ഇതേപോലത്തെ സ്ഥലമായിരുന്നു ഇതെല്ലാം. ഇപ്പം JCB ഇതെല്ലാം കൊണ്ടുവന്നിട്ട് മണ്ണ് തട്ടി നിരപ്പാക്കിയതിന് ശേഷം വാഴ വെച്ചു. പിന്നെ കൃഷിനെ പറ്റി ചിന്തിച്ചിട്ടൊന്നുമില്ല, അത് യൂട്യൂബിൽ ഒരു സമയത്ത് ഞാൻ കണ്ടതിന്റെ പേരിൽ ഞാനൊന്ന് നോക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇതിപ്പോ ഏത് പ്രായത്തിൽ നമുക്ക് ഇതിന്റെ ഇത് ഇനി അടുത്ത മാസം മുതൽ 3-ാം മാസം മുതൽ ഉപയോഗിക്കാം. അപ്പം ഇതിപ്പോ 2.5 മാസമായി, ഇനി ഒരു 18-20 ദിവസം കൊണ്ട് അത് 3 മാസം കഴിയും. അപ്പൊ ഇല ആദ്യത്തെ ഇല കാണുന്നില്ലേ, ചെറിയ സൈസ് ഇലയാണ്. ഇപ്പം വളപ്രയോഗം ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇത് പിന്നെ കുറച്ച് വലിയ ഇലയായി മാറിയില്ലേ. ഇനി അതൊന്നും കൂടെ കുറച്ചും കൂടെ നോക്കിയിട്ട്, കാരണം എന്തായാലും ജീവനുള്ള സാധനമല്ലേ, കുറച്ചും കൂടെ അതിനൊരു ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇല മുറിച്ചിട്ട് കൊടുക്കാനുള്ള ഒരു പരിപാടി ആക്കാനുള്ള ഒരു ധാരണയില്ല ഞാനിപ്പോൾ ഉള്ളത്. പിന്നെ കളകൾ കണ്ടമാനം വളരുന്നുണ്ട്, അതെല്ലാം ഓരോ ആഴ്ചയും പറിച്ച്. ഇപ്പം ഇതിപ്പം കഴിഞ്ഞ ആഴ്ച ഇതെല്ലാം പറിച്ച് മാറ്റിയാണ്, എന്നാലിപ്പം ഇതെല്ലാം കാണുന്നില്ലേ, ഇപ്പോൾ വളർന്ന് വരുന്നത്. ഇനി ശരിയായ പിന്നെ മഴക്കാലം മാറിയതിന് ശേഷം അത് ക്ലിയർ ആയിട്ട് വരും. എന്നാലും കുറച്ചല്ലേ ഉണ്ട്, എന്നാലും ഞങ്ങൾ രണ്ടാളും ഞാനും ഭാര്യയും കൂടിയിട്ട് അത് കംപ്ലീറ്റ് പൊരിച്ച് മാറ്റി അത് ഇതിൻ്റെ സൈഡിൽ തന്നെ ഇടും, ഈ കുഴിയിൽ തന്നെ ഇടും, വാഴേൻ്റെ കുഴിയിൽ തന്നെ ഇട്ടിട്ട് അതും ഒരു വളമായിട്ട് വരുമല്ലോ ലാസ്റ്റ്. ഇതിപ്പോ കല്ലുമ്മക്കായ കൃഷിയുടെ വിളവെടുപ്പിന് ശേഷം തുടങ്ങിയ ഒരു സംരംഭമാണ് ഇത്.
അധികം ആൾക്കാരൊന്നും ചെയ്തു വരാത്തൊരു കൃഷിയാണ് ഞണ്ട് കൃഷി എന്ന് പറയുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൊക്കെ വളരെ ചുരുക്കം ആൾക്കാരാണ് ഞണ്ട് കൃഷി ചെയ്തു വരുന്നത്. അത്തരത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിലൂടെയാണ് പവിത്രേട്ടൻ എന്നിവിടെ കൗവായിൽ ഞണ്ട് കൃഷി നടത്തിയിട്ടുള്ളത്. മനോഹരമായ കാഴ്ചകളിലൂടെയും ഞണ്ട് കൃഷിയുടെ വിശേഷങ്ങളിലൂടെയും ഭൂമിക ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. മറ്റൊരു കർഷകന്റെ പുത്തൻ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ബൈ.